2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ആഞ്ഞടിക്കും എന്ന് ബിജെപി ഉറച്ചു വിശ്വസിക്കുന്ന സംസ്ഥാനമാണ് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത്. 2014 നേടിയ ഉജ്ജ്വല വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയും എന്ന് ബിജെപി ഉറച്ചു പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ 2014 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് ചെറിയ ആശങ്ക ബിജെപിക്ക് ഉണ്ടാക്കുന്നുമുണ്ട്. നമുക്കെന്തായാലും ആ കണക്കുകൾ നോക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റും നേടിക്കൊണ്ട ഉജ്ജ്വല വിജയമാണ് നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് സമ്മാനിച്ചത്. അന്ന് 60.15% വോട്ടാണ് ബിജെപി സംസ്ഥാനത്ത് നിന്ന് കൊയ്തെടുത്തത്. മറുവശത്ത് ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. 34.4% മാത്രം വോട്ടാണ് അന്ന് കോൺഗ്രസിന് ഗുജറാത്തിൽ നിന്ന് ലഭിച്ചത്. 2017 സംസ്ഥാനത്ത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയും വലിയൊരു മുന്നേറ്റം ബിജെപി ഉണ്ടാക്കുന്നുണ്ട്. 99 സീറ്റ് ബിജെപി അന്ന് ആ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടുകയാണ്. 50% അവരുടെ വോട്ടിംഗ് ശതമാനം കുറയുന്നു എന്നുള്ള കണക്ക് അവിടെ നമ്മൾ കാണണം. അതായത് 60.15 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ബിജെപി 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വോട്ടിംഗ് ശതമാനം 50 എത്തുന്നു. കോൺഗ്രസ് ആകട്ടെ 77 സീറ്റ് നേടിക്കൊണ്ട് 42.2% എന്നാക്കിയവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന ഒരു കാഴ്ചയും നമ്മളവിടെ കണ്ടു. ഇങ്ങനെയാണ് ഗുജറാത്തിൽ ബിജെപിയും കോൺഗ്രസും നേർക്കുനേർ വരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ കക്ഷിയായി ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് ബിജെപി ആണെങ്കിലും സീറ്റ് ശതമാനത്തിലെ വോട്ട് ശതമാനത്തിലെ ഈ വർധനവാണ് ഒരുപക്ഷെ ബിജെപിയെ ആശങ്കയിലാക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് വിജയം അവരെ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബിജെപി നേതൃത്വമുള്ളത്.